ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മളെ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ അതിൽ പുഴമീൻ കൊണ്ടുവന്നിട്ടുണ്ട് മരുമോനെ. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അത് മുളകിട്ട് വെക്കുന്നതും പിന്നെ കല്ലുമ്മക്കായി നിറക്കുന്നതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പുറേൻ്റെയും കൂടി വീഡിയോ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പോക്കായി ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാഗും കാര്യങ്ങളെല്ലാം. അപ്പം മക്കൾ വന്നിട്ടുണ്ട് എന്നെ കൂട്ടാൻ. അപ്പം അവരൊപ്പം പോവാന്ന്. അപ്പം രാത്രിക്കാന്ന് പോകുന്നത്. അപ്പം ചെറിയ മോള് ഞാൻ വന്നുകൊണ്ട് ഓളാണ് അവിടെ നിന്നിട്ടുള്ള. അപ്പം ഓള പണിയെല്ലാം ഇന്ന് ഞനക്കാന്ന് കേട്ടോ, ക്ലീനിങ്. അപ്പം ഇന്ന് ഫുള്ള് എൻ്റെ പണി തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഒരു ലോഡ് അലക്കാനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ചെറിയ കുട്ടി എണിച്ചിട്ട് വരുന്നതിൻ്റെ മുന്നേ എല്ലാം വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ച്. മോള് ക്ലാസ്സിന് പോയി. മോള് വരും, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ 2:45 ആവും കേട്ടോ. അപ്പോൾ മറ്റവർ എണിച്ചിട്ട് വരുമ്പോഴേക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ച്. അപ്പം വേഗം അടിച്ചു വാരി തുടക്കലാന്ന്. പിന്നെ നമുക്കിന്ന് കുറച്ച് മീനും കല്ലുമ്മക്കായെല്ലാം കിട്ടിയിട്ടുണ്ട്. പുഴ മീനുണ്ട്, കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലുമ്മക്കായ ഇപ്പോൾ ഇതിലേ പോകുമ്പോൾ വാങ്ങിയതാണ്. അപ്പം പുഴമീൻ ഞാനിതുവരെ കൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ മുറിച്ച് കൊടുക്കും, തന്നിട്ടൊന്നുമില്ല. അത് നമ്മളെ മരുമോനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് ഒന്ന് മുളകിട്ട് പിന്നെ കുറച്ച് പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അത്താഴത്തിനേക്ക്. അപ്പം നല്ല ടേസ്റ്റാവുള്ളൂ പുഴമീൻ കഴിക്കാൻ. കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എന്നാലും അതെല്ലാം റെഡിയാക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കല്ലുമ്മക്കായി മോള് വൃത്തിയാക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള നൂല് പോലത്തെ സംഭവമെല്ലാം എടുത്ത് കളയാൻ അവർക്ക് അറിയില്ല, അതുകൊണ്ട് അത് ഞാൻ തന്നെ ചെയ്യണം. അപ്പം ഇന്ന് നമ്മളെ നോമ്പറ നമ്മളെ പരക്ക് വെച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മളെ വാവ എണിച്ചിനെന്ന് തോന്നുന്നു കേട്ടോ. ഓന് ഗ്രില്ല് തുറക്കാൻ വേണ്ടി കാത്തു വെക്കും. ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ ഓനപ്പം പുറത്തേക്ക് ചെയ്യാം. നിലത്ത് എന്തെങ്കിലും വീണ നോക്കിക്കലാം, പെറുക്കി വായിലിടുന്നേരം തന്നെ. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഭയങ്കര മെല്ലെ ചെയ്യും. മോളാണെങ്കിൽ നല്ല സ്പീഡിൽ അടിച്ചു വാരി തുടക്കെല്ലാം ചെയ്യും. അടിച്ചു വാരി തുടച്ചാൽ തന്നെ ഒരു സമാധാനമായില്ല. പിന്നെ ബാക്കി പണിയില്ല, അലക്കവും നടന്നുകൊണ്ടുണ്ട്. ഞാൻ അലക്കണ്ടെല്ലാം മെഷീനിൽ ഇട്ടിട്ടുള്ള കുറേ തുണിയുണ്ട് കേട്ടോ അലക്കാൻ. 5-6 ജോഡി തുണിയുണ്ട് അലക്കാൻ. അപ്പം നമ്മൾ തുടക്കൽ ഏകദേശം കഴിയാനായി. നമുക്കിനി തുണി അലക്കിയിട്ടൊന്ന് ആറിയിടാനുണ്ട്. തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ചിടെല്ലാം കഴിഞ്ഞ്. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം എൻ്റെ തുണിയാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഇതെല്ലാം അലക്കി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ, വെയിലുള്ളതുകൊണ്ട്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ പുഴമീൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ഞാനത് ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. പിന്നെ 2 സൈസിൽ ക്ലീൻ ചെയ്യും. ഒന്ന് വെണ്ണീരെല്ലാം പെരക്കിയിട്ട് കല്ലുമുട്ട വരച്ചിട്ട് അതിൻ്റെ തുള്ളിയെല്ലാം കളയും. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് മറ്റേ അത് തുള്ളി കളയാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, അതൊന്ന് കാണിച്ചു തരാം. നമുക്ക് മീൻ ക്ലീൻ ചെയ്യുന്ന കാണാം. അപ്പം പുതിയതായി വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മീൻ ക്ലീൻ ചെയ്യുന്നൊന്ന് കാണാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പുഴമീൻ പെട്ടെന്ന് വൃത്തിയെടുക്കാൻ പറ്റും. നല്ല മൂർച്ച.
നമ്മൾ മീനിൻ്റെ തലയൊന്നും മുറിച്ച് കളയുന്നില്ല, അതിൻ്റെ തൂളി കളയലാണ്. പിന്നെ ഇതുപോലെ ഇതിനെ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കലാന്ന്. വേഗം ആകുന്നുണ്ട്. പിന്നെ നമ്മൾ കത്രിക വെച്ചിട്ട് ആ സൈഡിൽ ഇങ്ങനത്തെ ഇതെല്ലാം പിന്നെ അതിൻ്റെ ഇതില്ലേ വയറിൻ്റെ ഉള്ളിൽ കുടൽ ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റും. നല്ല എളുപ്പമാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വിചാരിച്ചത്ര വിഷമമൊന്നുമില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഞാൻ കീറി കൊടുക്കുക. തല നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ അകത്ത് തന്നെ തല വെച്ചിട്ടുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെ തൂളിയെല്ലാം വേഗം വേഗം കളഞ്ഞിന്. അപ്പം നമുക്കതിൻ്റെ കുടലെടുത്ത് കളയാം. നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ മീനിൻ്റെ ഒരു കളർ ഒരു കറുപ്പ് കളറാണ്. മീൻ നല്ലോണം ഇതുപോലെ കല്ലുപ്പിട്ട് നല്ലോണം പെരക്കിയിട്ട് വേണം കഴുകാൻ കേട്ടോ. ഇന്ന് കല്ലുമ്മക്കായി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇത് കല്ലുമ്മക്കായാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കല്ലുമ്മക്കായിൻ്റെ അതിൻ്റെ നൂലെടുത്ത് കളയണം. അതെടുക്കാണ്ട് കല്ലുമ്മക്കായി നമുക്ക് നിറച്ച് കഴിഞ്ഞാൽ വയറുവേദന എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഉള്ളത് അതിൻ്റെ മുളകെല്ലാം വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ നൂലെടുത്ത് കളയുന്ന പണി എൻ്റെതാണ് കേട്ടോ. അപ്പം നമുക്ക് കല്ലുമ്മക്കായിൻ്റെ നൂലെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ സൈഡിലുണ്ടാവുക. ഇതുപോലെ നമ്മൾ ഈ കത്തി കൊണ്ട് ഇതുപോലെ ഇതാക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. വേഗം എടുക്കാൻ പറ്റും കേട്ടോ. നൂല് ഇതുപോലെ ഇങ്ങനെ വലിക്കാൻ കിട്ടും. അപ്പം കല്ലുമ്മക്കായി നമ്മളിപ്പോൾ കറി വെക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് എടുക്കണ്ടേ. ഇതിപ്പോൾ നിറക്കാനായതുകൊണ്ട് എന്തായാലും എടുക്കണോ, നൂലെടുക്കാണ്ട് കറി വെക്കാനും പാടില്ല. അപ്പം നമ്മളെ കല്ലുമ്മക്കായി നിറക്കാനുള്ള അരിയാണിത്. അതിൽ തേങ്ങ, ചെറിയ ഉള്ളി, പെരിഞ്ജീരകം, ചെറിയ ജീരകം ഇത്ര മാത്രമാണ്, ഉപ്പും. നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കണം. പിന്നെ കറിവേപ്പിലയും കൂടി ചേർക്കണം. ഇത് നമുക്ക് മിക്സിയിൽ കുറച്ച് ലൂസായിട്ട് വേണം അരച്ചെടുക്കണം. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മളെ അരിമാവ് കണ്ടില്ലേ, കല്ലുമ്മക്കായി നിറക്കണ്ട. അപ്പം നമ്മൾ മീനൊന്ന് അടുപ്പത്താക്കാൻ നേരത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും, ഇത് നമ്മൾ വറവിടുന്നില്ല. അപ്പം ഇത് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. തക്കാളി, ഉള്ളി അങ്ങനെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് ഇതുപോലെ വെച്ചാലാവുമല്ലോ. തക്കാളി, ഉള്ളി, പച്ചമുളകൊന്നും അങ്ങനെ ആരും ഇടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാനിതുവരെ കൂട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോൾ മീൻ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അങ്ങനെ നമ്മൾ കല്ലുമ്മക്കായും കൂടി നിറച്ചിട്ട് വേഗം പണിയെല്ലാം ഒരുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കല്ലുമ്മക്കായി നിറക്കുന്നുണ്ട്. പൊരിക്കാനുള്ള മീനാണ് അവിടെ ഇതാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് പൊരിക്കുക. എല്ലാ പണിയും കഴിഞ്ഞിട്ട് മീൻ ലാസ്റ്റ് പൊരിക്കുക. കല്ലുമ്മക്കായി നമ്മൾ വിറകടുപ്പിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇതിലാകുമ്പം വേഗം അങ്ങ് ഒറ്റ ട്രിപ്പിന് തന്നെ അങ്ങ് വെക്കുകയും ചെയ്യുക. പിന്നെ നമുക്ക് ഗ്യാസ് വന്ന് ചായൻ്റെ ചെറിയ കടികളെല്ലാം ആക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ നമ്മളെ വാവെല്ലാം ഇത് അടുക്കളയിൽ കയറി വന്നു. ഇനി പാത്രമെല്ലാം പെറുക്കിയിട്ട് പരക്കെ ഇട്ടിട്ട് കളി തന്നെയായിരിക്കും. അവനക്ക് കളിക്കാൻ പാത്രമേ കൊണ്ടു, വേറെ ഒന്നും വേണ്ട. ഇതാ ഇവനും പാത്രം, ഇതാവൻ വന്ന് പാത്രമെല്ലാം വലിച്ചിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പരിപാടി ഇവരത് എപ്പം കേട്ടോ. ഇതാ 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 എൻ്റെ മക്കൾ കണ്ടാ, ഇതാന്ന് എൻ്റെ പേരക്കുട്ടികൾ. ഇതാ ഇവര് നല്ല കുട്ടികളായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഹായ് എന്ന് പറഞ്ഞേട്ടെ. ഹലോ എന്ന് പറ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചാ കണ്ടില്ലേ. ഇങ്ങോട്ട് നിൽക്കുമോനെ, എൻ്റെ ബാക്കിൽ എൻ്റെ ബാക്കിൽ പിള്ളേർ. അപ്പോൾ ഇതാണ് എൻ്റെ മക്കൾ കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ ഇവിടെ. എൻ്റെ മക്കള് ഫാറു, അസാന് വാവകളാണ് ഇത് കേട്ടാ. കണ്ടില്ലേ, ഇപ്പം നല്ല കുട്ടികളായിട്ടാണ് വാവകൾ ഇരുന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇറങ്ങി ഓടുവേ. ഇതാ കാക്കനെ കണ്ടിനാ. വേണ്ട, ഒരാൾ ഇറങ്ങി ഓടാൻ പാകത്തിന് നിന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഫറുമോ നല്ല.
അപ്പം നമ്മൾ ഇന്ന് കുഞ്ഞ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മൈദമാവിന് വെച്ച് ദോശ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി, അപ്പം ചെറിയ അധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഈത്തപ്പഴം കൂടി പൊരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി കുറച്ച് കല്ലുമ്മക്കായി ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വെച്ച്. ഇപ്പം കല്ലുമ്മക്കായി വെന്ത് കഴിഞ്ഞ് ഇതാ നമ്മളെ വാവ ഇത് അടിപൊളിയായിട്ട് കുളിച്ച് തൊപ്പിയെല്ലാം ഇട്ട് വന്നിട്ടാണ്. വലിയ തൊപ്പിയോ അവനോ. ഇപ്പം നമ്മളെ അടുക്കളയിലെ പൈപ്പ് ഒന്ന് ലീക്കാണ്. അപ്പോൾ അത് മാറ്റാൻ ആൾ വരും. അതിന് മുന്നേ അടുക്കളയൊന്ന് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഇത് നമ്മളെ ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായി പൊരിക്കാൻ കൊണ്ട് ഇത് മോളെ സ്പെഷ്യലാണ്. ബ്രെഡിനെ കൊണ്ടൊന്നും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് കല്ലുമ്മക്കായും കൂടി ഒന്ന് പൊരിച്ചിട്ട് എല്ലാം ടേബിൾ നേരത്തെ കാലത്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്കിനി ബാക്കി പണിയെന്ന് വെച്ചാൽ മീൻ ഒന്ന് വറ്റിക്കാനുണ്ട്. പിന്നെ മീൻ കുറച്ച് പൊരിക്കാനുണ്ട്. പിന്നെ അത്താഴത്തിനേക്കുള്ള ചോറ് പുറത്ത് അടുപ്പത്ത് കല്ലുമ്മക്കായി ഇറക്കി വെച്ചിട്ട് അവിടെ അരി ഇടണം. അപ്പം നമ്മളെ വാവ ഇതെല്ലാം എടുത്തിട്ട് ആർക്കും അടി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. കുസൃതി തുടങ്ങിയതിന് ഓൻ എന്നെ മാത്രം ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പം നമ്മളെ തുണിയെല്ലാം കണ്ടില്ല ഉണങ്ങി. അപ്പം നമ്മളിവിടെ ഒരു വാഴ നട്ടിട്ടുണ്ട്. അപ്പം കൊല ഏകദേശം മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ കൊല എങ്ങനെയെങ്കിലും കൊത്തണം. ഇല്ലെങ്കിൽ വെയിലിൻ്റെ ചൂടിന് പഴുത്തിട്ട് പക്ഷികളൊക്കെ തിന്നിട്ട് ഇതാവും. അപ്പം നമ്മൾ തരിയും ബത്തക്ക ജ്യൂസെല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ പൈപ്പ് നന്നാക്കാൻ അങ്ങനെ ആളെത്തി. നമ്മളെ കല്ലുമ്മക്കായി റെഡിയായി. നമുക്കിതെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവെക്കാം. അപ്പം നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പം നമ്മളെ ഇനി കുറച്ച് മീനും കൂടി മുളകിടും. അപ്പോൾ ഇത് മീൻ കൂട്ടാത്തവർക്കുള്ളതാണ്, ചിക്കൻ പൊരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും വെച്ച് കൊടുക്കണം. പിന്നെ മീൻ പൊരിക്കാനുള്ള മീനിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ പുഴമീൻ പൊരിച്ചതും പുഴമീൻ വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട്